ഈ ഒരു സ്പേസും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ബൊഗൈൻവില്ലയുടെ ഏരിയ ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്ത കിടുവാണ് കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരാ ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഈ ഫാം സ്റ്റേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇവിടെ അത്യാവശ്യം ആൾക്കാർ വേണം, എന്നാലേ ഇതൊക്കെ ശരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നിയാസ് 2 വാക്ക് ഫാം സ്റ്റേനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞാൽ. അടിപൊളിയാണ്. എങ്ങനെ ആദ്യത്തെ ഫാം സ്റ്റേ എങ്ങനെ ഉണ്ട് അവിടെ ഉള്ളത്? അവിടെ ഭയങ്കര ഓപ്പൺ ഏരിയ ആണ്, അടിപൊളി ഏരിയ കിടക്കുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ലൊക്കേഷൻ. ഇവിടെ അടിപൊളി. അതാകും പറയണ് നിങ്ങൾക്ക് ഒരു ചെറിയ ഗ്യാങ്, ഒരു 4 ഫാമിലി ഒക്കെ ആയിട്ട് വരികയാണ്. ഇവിടെ ആമുണ്ട് കേട്ടോ, ഞങ്ങള് കണ്ടില്ല. 2 ആമുണ്ട് കേട്ടോ അവിടെ. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തേ. അയ്യോ, എല്ലാവരും ഇവിടെ വന്നിരിക്കണം കേട്ടോ. ഫുൾ ടീം ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട് സ്റ്റേ? എങ്ങനെയുണ്ട് മക്കളെ? അടിപൊളിയല്ലേ? ഇഷ്ടമായി എല്ലാവർക്കും? എല്ലാവരും ഓക്കെ അല്ലേ? ലൊക്കേഷൻ എങ്ങനെയുണ്ട്? സൂപ്പർ. അടിപൊളിയാ? ഇഷ്ടായോ? കളിക്കുന്ന സ്ഥലമൊക്കെ ഇഷ്ടായോ? മൃഗങ്ങളൊക്കെ കണ്ടോ? ഓക്കെ, ഇഷ്ടായില്ലേ? കൈ ഇടരുത് കേട്ടാ. വേണ്ട. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ടു ബി ഫ്രാങ്ക് ആൻഡ് ഹോണസ്റ്റ്, അടിപൊളി സ്പോട്ട് കേട്ടോ. എല്ലാവർക്കും ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും എല്ലാവർക്കും വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. അപ്പൊ നമ്മള് ലൊക്കേഷനിലേക്ക് ഏകദേശം അടുക്കാനായിക്കണ്. അത് ആ മലഞ്ചെരുവൊക്കെ കണ്ടോ? ആ മലഞ്ചെരുവിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇറങ്ങി പോയതാണ് ലൊക്കേഷന്റെ ഫസ്റ്റ് ഇത് കേട്ടോ. ഇതിങ്ങനെ ഇറങ്ങിപ്പോയി നേരെ അതാ ആ വണ്ടിയൊക്കെ പോണത് അങ്ങനെ കാണിച്ചു കൊടുത്തേ. അത് അങ്ങനെ കയറി അതാ അവിടെ കുറച്ച് പച്ചപ്പൊക്കെ കണ്ടോ? ആ പച്ചപ്പിന്റെ ഉള്ളിലേക്ക് പോയി അപ്പുറത്താണ് കേട്ടോ ഈ ഒരു സ്റ്റേ വരുന്നത്. നമ്മളൊന്ന് അടിച്ച് പൊളിക്കും. ഫുജേറന്നാകെ 26 മിനിറ്റ് കണ്ട മാപ്പ് ഇട്ടപ്പോൾ കാണിക്കുന്നത്. മലകളൊക്കെ താണ്ടി പോകണം എന്തായാലും. അപ്പോൾ ആ ഒരു എന്താണ് സിപ്പേ കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫ്റ്റീരിയാണ്. ഞാൻ കുറേ പേരെ അഭിപ്രായങ്ങൾ കണ്ടിട്ടാണ് അങ്ങോട്ട് പോണത്. നല്ല ഫുഡാണ്. ഇന്ന് എന്തായാലും ഞാൻ കഴിച്ചിട്ട് ഞാൻ അതിൻ്റെ വേറെ അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഒരു സ്റ്റാർട്ടപ്പ് ഒരു കമ്പനിയല്ല, ഒരു കഫ്റ്റീരിയ ആയിട്ടുള്ള ഒരു ചെറിയൊരു ടീമുണ്ട്. അവരൊരു സ്റ്റാർട്ടപ്പാണ്. അവരൊന്ന് വിപുലീകരിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇന്നലെ സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞ് തൊട്ടപ്പുറത്തെ ഷോപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ചെറുകടികളൊക്കെ ഓർഡർ ചെയ്യണത്. അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കിട്ടുന്ന ചെറുകടികളൊക്കെ 1 ദിർഹംസ് അതുപോലെ 50 ഫിൽസിനൊക്കെയാണ് അവിടെ ചെറുകടികൾ കിട്ടുന്നത്. ഈ നോമ്പുകാലത്ത് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുക അങ്ങനത്തെ സംഭവങ്ങളാണ്. എന്തായാലും എല്ലാം ഈ വ്ളോഗിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങളിതാ പുറപ്പെടണമല്ലോ. ഇനി ഇവിടുന്ന് അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തു നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫുഡ് നല്ല ബിരിയാണി നോക്കിയിട്ടാണ് ഓർഡർ ചെയ്യുക. നല്ല ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഫുജേറ ടൗണിൽ തലശ്ശേരി ബിരിയാണി ഓക്കെ, തലശ്ശേരി ടെലി സ്റ്റോറിയുടെ ഒരു ബിരിയാണിയാണ് ഇവിടെ കുറച്ച് എനിക്കിഷ്ടം. ഞാനെല്ലാവരെയും എപ്പോഴും സജസ്റ്റ് ചെയ്യാറ് അവരുടെ ബിരിയാണിയാണ്. എനിക്ക് അവിടുത്തെ ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണി ആയാലും മട്ടൻ ബിരിയാണി ആയാലും എനിക്കിഷ്ടമാണ്. അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്യാറുണ്ട്. അത് നല്ല ടേസ്റ്റുമാണ്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തോ. പിന്നെ അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുള്ളത്. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മളുടെ അടുത്തൊരു വ്ളോഗിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളൊരു 5-6 ഫാമിലി ഒക്കെ ആയിട്ട് ഞങ്ങളൊരു നോമ്പുതുറ കൂടുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഓൾറെഡി അവിടെ ഒരു നോമ്പുതുറ മാത്രമല്ല, എനിക്കും റാഷിക്കും ഒരു ഷൂട്ടുണ്ട് ഓൾറെഡി. ഒന്ന് റാഷിനെ കാണിച്ചു കൊടുക്കും. അപ്പൊ ഞങ്ങൾ അതിനാണ് പോണത്. ലെഫ്റ്റ് അല്ലേ ഇവിടുന്ന്. അപ്പൊ ആ ഷൂട്ട് കഴിഞ്ഞ് നേരെ പിന്നെ തിരിച്ചിങ്ങോട്ട് വരുമ്പോഴത്തേനും ഒരു 10-15 മിനിറ്റ് പിടിക്കും. ഇവിടുന്ന് ഫുജേറന്നാകെ 26 മിനിറ്റ് കണ്ട മാപ്പ് ഇട്ടപ്പോൾ കാണിക്കുന്നത്. മലകളൊക്കെ താണ്ടി പോകണം എന്തായാലും. നമ്മൾ ഫുജേറ ദുബായ് പോണ ആ റൂട്ടിൽ തന്നെ ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ 2ാം സിഗ്നലിന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ സംഭവമായി. 2ാമത്തെ അല്ല 3ാമത്തെ റൈറ്റ് മെയിൻ റോട്ടിൽ നിന്ന്. അപ്പോൾ അവിടെ പോയി ഇന്ന് ഫുൾ അടിച്ച് പൊളിയാണ്. അതിൻ്റെ ഇടയിലുള്ള വീഡിയോസൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതിൽ ഇടുന്നുണ്ട്. ഷൂട്ടിൻ്റെ വീഡിയോസ് ഞങ്ങളൊരു റീലായിട്ട് വേറെ ഇടുന്നുണ്ട്. അതൊരു ടീമിനെയാണ്, അത് ഞാൻ അതിൽ പറയാം. ഒരു ടീം സെറ്റാക്കിയതാണ് അത് ഷൂട്ടിൻ്റെ കാര്യം. പിന്നെ ഇത് ഞങ്ങളവിടെ കൂടുന്നത് ഒരു 5-6 ഫാമിലി ഉണ്ട്. അവർ മക്കളും കുട്ടികളും പിന്നെ അവിടുത്തെ കുറേ വൈബുകളും അവിടെ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ചെറിയ മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിനൊക്കെ കാണാം. പിന്നെ അവിടെ ഒരു പൂളുണ്ട്. ആ പൂളിൽ വേണമെന്നുണ്ടെങ്കിൽ പൂളിൽ നമുക്ക് ചിലവഴിക്കാം കുറച്ച് നേരം. പിന്നെ കുട്ടികൾക്ക് പറ്റിയ കുറേ എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ്. കുട്ടികൾക്ക് പറ്റിയ ഒരു പാർക്ക്, ചെറിയ പാർക്കും കുറച്ച് കാണാനുണ്ട്, അത്യാവശ്യം കാണാനുണ്ട്. എന്തായാലും എല്ലാം ഈ വ്ളോഗിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങളിതാ പുറപ്പെടണമല്ലോ. ഇനി ഇവിടുന്ന് അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തു നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫുഡ് നല്ല ബിരിയാണി നോക്കിയിട്ടാണ് ഓർഡർ ചെയ്യുക. നല്ല ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഫുജേറ ടൗണിൽ തലശ്ശേരി ബിരിയാണി ഓക്കെ,
തലശ്ശേരി ടെലി സ്റ്റോറിയുടെ ഒരു ബിരിയാണിയാണ്. ഇവിടെ കുറച്ച് എനിക്കിഷ്ടം, ഞാനെല്ലാവരെയും എപ്പോഴും സജസ്റ്റ് ചെയ്യാറ് അവരുടെ ബിരിയാണിയാണ്. എനിക്ക് അവിടുത്തെ ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണി ആയാലും മട്ടൻ ബിരിയാണി ആയാലും എനിക്കിഷ്ടമാണ്. അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്യാറുണ്ട്, അത് നല്ല ടേസ്റ്റുമാണ്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തോ. പിന്നെ അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ഒരു സ്റ്റാർട്ടപ്പ് ഒരു കമ്പനിയല്ല, ഒരു കഫ്റ്റീരിയ ആയിട്ടുള്ള ഒരു ചെറിയൊരു ടീമുണ്ട്. അവരൊരു സ്റ്റാർട്ടപ്പാണ്. അവരൊന്ന് വിപുലീകരിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇന്നലെ സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു തൊട്ടപ്പുറത്തെ ഷോപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ചെറുകടികളൊക്കെ ഓർഡർ ചെയ്യേണ്ടത്. അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന ചെറുകടികളൊക്കെ 1 ദിർഹംസ് അതുപോലെ 50 ഫിൽസിനൊക്കെയാണ് അവിടെ ചെറുകടികൾ കിട്ടുന്നത്. ഈ നോമ്പ് കാലത്ത് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുക അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ ആ ഒരു എന്താണ് സിപ്പേ കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫ്റ്റീരിയാണ്. ഞാൻ കുറേ പേരെ അഭിപ്രായങ്ങൾ കണ്ടിട്ടാണ് അങ്ങോട്ട് പോണത്. നല്ല ഫുഡാണ്. ഇന്ന് എന്തായാലും ഞാൻ കഴിച്ചിട്ട് ഞാൻ അതിൻ്റെ വേറെ അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അതും ഈ വ്ളോഗിൽ സെറ്റാക്കി തരുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വ്ളോഗ് അവസാനിപ്പിക്കുക. മിക്കവാറും ചിലപ്പോൾ പൂളിൽ ചാടുന്ന വീഡിയോസൊക്കെ കാണുന്ന അങ്കംപെട്ടാവുന്നു ചിലപ്പോൾ അറിയില്ല. ഇന്ന് എങ്ങനെയാണ് വരുന്നവരെ ഇൻട്രസ്റ്റും കാര്യങ്ങളും അറിയില്ല. ഞങ്ങൾ എന്തായാലും ഒരു 5 ഫാമിലി ഉണ്ട്. എൻ്റെ ഫാമിലി, അനിയൻ്റെ ഫാമിലി, പിന്നെ അളിയൻ്റെ ഫാമിലി, പിന്നെ ഏളാപ്പാടെ മക്കള്, അവരുടെ ഫാമിലി, അങ്ങനെ കുടുംബങ്ങളെല്ലാവരും കൂടിയിട്ടാണ് അവർ കൂടേണ്ടത് എന്തായാലും. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ ബാക്കി നമ്മൾ അവിടെ നിന്ന് കാണാം. നമ്മൾ പുറപ്പെടണമല്ലോ. ഫുജേറ ഇപ്പോൾ ഷെയ്ഖ് സാദ് മോസ്കിൻ്റെ തൊട്ട് അടുത്ത് എത്തിയിട്ടുള്ളൂ. ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞ് നേരെ വിടും. അപ്പോൾ സിപ്പ കപ്പിൽ നിന്ന് നമ്മൾ സാധനം മേടിക്കാൻ വന്നിക്കാണ്. സാധനം മേടിക്കട്ടെ. സെറ്റല്ലേ? ഇതണ്ട സിപ്പ കപ്പ്. അത് ചെറിയ യൂട്യൂബ് വ്ളോഗാ. ഉഷാറല്ലേ എല്ലാതും? എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? എഗ് ബജി, മുളക് ബജി, പിന്നെ പക്കോട, സമൂസ അല്ലേ ഉള്ളൂ. ഓക്കെ, 4 ഐറ്റം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഉഷാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കാണികൾ ഒരു 200 ആൾക്കാർ കാണുമായിരിക്കും. അത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ള. ഓക്കെ, താങ്ക്സ്. എന്നാ ഞാൻ ബില്ലടിച്ചു തരാം. കട്ട് ചെയ്തോ. ഇത് അങ്ങനെ നമ്മൾ തലശ്ശേരിയുടെ ബിരിയാണി കളക്ട് ചെയ്യാൻ വേണ്ടി വന്നിക്കാണ്. ആരുടെ ചെക്കൻ അങ്ങനെ ബിരിയാണി വാങ്ങാൻ പോയിട്ടുണ്ട് തലശ്ശേരി. റെഡിയല്ലേ? ഫുഡ് വാങ്ങാൻ പോയിട്ടുണ്ട്. നമ്മൾ തലശ്ശേരിക്ക് വന്നിക്കണ്ട. തലശ്ശേരിത്തെ ഇന്നത്തെ ബിരിയാണി നമ്മൾ ചിക്കൻ ബിരിയാണിയാണ്. കുറച്ച് ആൾക്കാർ കൂടുതലുള്ള കാരണം പ്രൈസ് പറയാൻ വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണി ആക്കിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ബിരിയാണി ഇതാ എടുത്തു ഉള്ളി വെക്കാൻ പോണ്. ഇൻഷാല്ലാ ഇതിൻ്റെ റിവ്യൂ ഒക്കെ നമ്മൾ വ്ളോഗിൻ്റെ ഇടയിലും അവരെ കൊണ്ടും വന്നവരെ കൊണ്ടും അഭിപ്രായം നമ്മൾ പറയിപ്പിക്കും. ഓക്കെ അല്ലേ കാക്ക ഉണ്ട് നമ്മളെ ഏറ്റവും അടിപൊളി എന്താ പറയാ സ്റ്റാഫാണ് അല്ലേ? അതെ, നമ്മളെ സ്റ്റാഫാണ്. താങ്ക്സ് എന്തായാലും. ഓക്കെ, നമ്മൾ ബിരിയാണിനെ കുറിച്ചിട്ട് അഭിപ്രായം ഇതിൽ നമ്മൾ പറയും. വന്ന് ദുബൈയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവരെ അഭിപ്രായമൊക്കെ നമ്മൾ എടുത്തിട്ട് ഇത് ഈ വ്ളോഗിൽ എന്തായാലും ഉണ്ടാവും. ഓക്കെ, ബിരിയാണിയെ കുറിച്ചൊരു പ്രത്യേക അഭിപ്രായം തന്നെ ഉണ്ടാവും. ഞാൻ അത്യാവശ്യം പറഞ്ഞിരിക്കണ് എനിക്കിഷ്ടമുള്ള ഏറ്റവും നല്ല ബിരിയാണിയാണ് തലശ്ശേരിത്തെ. അതുകൊണ്ട് തലശ്ശേരിയുടെ ഫുള്ള് വ്യൂ ഒക്കെ എടുത്തു കൊടുത്തോ. ഓക്കെ, അപ്പോൾ ബാക്കി ഇനി വ്ളോഗിൽ ഉണ്ടാവും ഇൻഷാല്ലാ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കളക്ട് ചെയ്തു. ഫുജേറ ടൗണ് വിടാൻ പോവാണ്. ഇനി ഫാമിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾ പറയാ. വണ്ടി നിർത്തിയിട്ടാണ്. റാഷിക്ക് എന്താ പറയാ? എന്താ പറയാ? ഞാൻ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം. നമ്മുടെ ഷൂട്ട് അതിന്റെ ഇടയിൽ കൂടെ കഴിയും അല്ലേ? ഓക്കെ, സെറ്റല്ലേ? അനക്കെന്താ അഭിപ്രായം തലശ്ശേരിനെ കുറിച്ചിട്ട്? കുഴപ്പമില്ല, നല്ല അഭിപ്രായം. ഓക്കെ, പിന്നെ സിപ്പ ഈ എനിക്ക് അറിയില്ല. പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് മേടിക്കണം അവിടുന്ന് സാധനങ്ങൾ. എനിക്കും അറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കമൻറ്റ് വേറെ പറയുന്നുണ്ട്. ഫുൾ വ്ളോഗിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. എനിക്കൊന്ന് പണിയുള്ള കാരണം പിന്നെ വേഗം തിരിച്ചാക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ നോമ്പുറക്കൊന്നും ഉണ്ടാവും. നോമ്പുറൊക്കെ അടിച്ചു പൊളിച്ച് നമ്മൾ കഴിഞ്ഞിട്ട് ബാക്കി ഇടയിലുള്ള വീഡിയോ ഒക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കയറ്റാം ഇൻഷാല്ലാ. ബൈ. അപ്പോൾ നമ്മൾ ലൊക്കേഷനിലേക്ക് ഏകദേശം അടുക്കാനായിക്കണ്. അത് ആ മലഞ്ചെരുവൊക്കെ കേട്ടോ. ആ മലഞ്ചെരുവിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇറങ്ങി പോയതാണ് ലൊക്കേഷൻ്റെ ഫസ്റ്റ് ഇത് കേട്ടോ. ഇതിങ്ങനെ ഇറങ്ങിപ്പോയി നേരെ അതാ ആ വണ്ടിയൊക്കെ പോണത് അങ്ങനെ കാണിച്ചു കൊടുത്തേ. അത് അങ്ങനെ കയറി അതാ അവിടെ കുറച്ച് പച്ചപ്പൊക്കെ വേണ്ടോ. ആ പച്ചപ്പിൻ്റെ ഉള്ളിലേക്ക് പോയി അപ്പുറത്താണ് കേട്ടോ ഈ ഒരു സ്റ്റേ വരുന്നത്. നമ്മളൊന്ന് അടിച്ച് പൊളിക്കും. നമ്മളും മല കയറിക്കൊണ്ടിരിക്കട്ടോ. ഒരു രക്ഷയില്ല. ഒന്ന് പുറത്തേക്ക് കാണിച്ചു കൊടുത്തേ. ഇതിൻ്റെ മോനെ ഹെവി ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷൻ കേട്ടാ ഇപ്രാവശ്യം നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്. അയ്യോ ഇതാ ഇങ്ങനെ കാണിച്ചു കൊടുക്കും.
നമ്മൾ ആ ഹൈവേന്ന് ഇങ്ങോട്ട് കയറി. ആദ്യം ഇതൊക്കെ ജസ്റ്റ് ഓഫ് റോഡ് വണ്ടികൾക്ക് പറ്റിയിരുന്നുള്ളൂ. ഇപ്പം നമ്മളെ LS 430 നിൽക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ചെറിയ വണ്ടികൾക്കും വരാവുന്ന രീതിയിൽ അവർ റോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. റോഡൊക്കെ കാണുന്നുണ്ടായിരിക്കും. നമ്മൾ ഒരു വണ്ടി അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്, ഒരു XUV വണ്ടി പോയിട്ടുണ്ട്. ഇനി 2 വണ്ടി വരാണ്ട്, ഇനി ഒരു LS കൂടി വരാണ്ട്. അങ്ങനെ അപ്പോൾ അതാ ലൊക്കേഷൻ കണ്ടോ, ലാൻഡ്മാർക്ക് റെസ്റ്റോറൻറ്റ് അല്ല സോറി ലാൻഡ്മാർക്ക് ഫാം സ്റ്റേ എന്നുള്ള ലൊക്കേഷനാണ്. അപ്പോൾ എല്ലാവരും വന്ന് അടിച്ച് പൊളിക്കുക, ഫുള്ള് വീഡിയോ കാണുക. എന്നാൽ എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അവിടുത്തെ കാഴ്ച ബംഗ്ലാവ് വരെ കാണിച്ചു തരാം അല്ലേ. ലൊക്കേഷൻ ഒരു രക്ഷയില്ല, അടിപൊളി ലൊക്കേഷൻ. കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല. ഇതൊരു എന്താ പറയാ, ഫാം സ്റ്റേ അല്ലെങ്കിലും നമുക്കൊരു ഓഫ് റോഡ് ഫീൽ ഉണ്ട്. കുറച്ചിങ്ങോട്ട് വരാണ്ട് ഉള്ളിലേക്ക് മലൊക്കെ കയറി. ഒരു തണുപ്പ് ഫീൽ ഉണ്ട്, ഭയങ്കര തണുപ്പ് ഫീൽ നല്ല തണുപ്പ് ഫീൽ ഉണ്ട്. അടിപൊളി. അതാ ഒരു ചെറിയൊരു ആടിന്റെ ഫാം ഒക്കെ ഉണ്ട്. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തേ, നമ്മളെ 10X ഇട്ട് കൊടുത്തേ. ആട് മേക്കുന്ന സ്ഥലമുണ്ടോ? ഒരു അറബി ഒന്ന് എന്താണ് സക്കാത്തൊക്കെ കൊടുത്തിട്ടാ അവിടുത്തെ ആൾക്കാർക്ക്. നേരല്ലേ നാട്ടുപോയ ഫീൽ തന്നെ അല്ലേ. കുറച്ചുകൂടി നമുക്ക് നല്ല ഫീൽ ആയില്ലേ? അതിനെ കുറിച്ചിട്ടൊന്ന് പറയട്ടെ. എങ്ങനെ നല്ലൊരു ഫീലായ ഒരു സംഭവം കേട്ടോ. ഞങ്ങളെ ഫ്രണ്ടിലേക്ക് ഒരു വണ്ടി, ഒരു നിസാൻ പെട്രോളിന്റെ വണ്ടി, കുറച്ച് കുട്ടികളെയും ഒരു അറബിയും കൂടിയിട്ട് അങ്ങനെ പോയി. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ വീഡിയോ എടുക്കാൻ പാടില്ല, നോമ്പൊക്കെ അല്ലേ. അപ്പൊ സക്കാത്ത് കൊടുക്കാൻ വന്നതാ തോന്നുന്നത്. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചാൽ കുട്ടികളായിട്ടാണ്, കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. ഇനി വരുന്ന തലമുറകൾക്ക് ഇങ്ങനെ സക്കാത്ത് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളും. ഈ മലഞ്ചെരുവിക്കൊന്നും ആരും വരില്ല, പക്ഷെ വന്നിട്ട് ഇവിടെ ആൾക്കാരുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് സക്കാത്ത് കൊടുക്കുക പറഞ്ഞ സംഭവം തന്നെ. അതെനിക്ക് ഇഷ്ടമായി. അവിടെ കുറെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാർ ഇവിടെ ഈ ആടിനെ മേയ്ക്കണവരും അങ്ങനത്തെവരൊക്കെ തന്നെ ഉള്ളു. പിന്നെ ഈ ഫാം സ്റ്റേയിലത്തെ പണിക്കാരൊക്കെ തന്നെ ഉള്ളു ഇവിടെ കേട്ടാ. അടിപൊളിയാണ് സംഭവം. കൊറേ പോവാണ്ട് ഇങ്ങനെ കയറി വരാനൊക്കെ ഉണ്ട്. അധികം വേറെ ഫാം സ്റ്റേ തോന്നുന്നില്ലേ? ഇല്ല, ഒന്നെ ഇവിടെ ഇവരെന്നെ 2 ഫാം സ്റ്റേ ആണ് ഇതുള്ളത്. ഇനി വേറെ ഉണ്ടോന്ന് അറിയില്ല. നമുക്കിപ്പോ ഈ ഒരു വീഡിയോയുടെ ഷൂട്ടാലോ, അങ്ങനെ അറിയുള്ളൂ. പക്ഷെ എന്നാലും വേറെ അറബികൾ എന്തോ ഒരു ഇതൊക്കെ ഉണ്ട് ഇവിടെ കാണുന്നുണ്ട്. നമ്മളെ വണ്ടി അതാ തിരിച്ചു വരുന്നുണ്ടല്ലോ. അതില് ഫുള്ള് കുട്ടികളാക്കിട്ടാണ്. നമ്മളെ അടുത്ത വണ്ടിയാണ്. അപ്പൊ അവരെ കാണിച്ചു കൊടുത്ത എന്തായാലും. അങ്ങനെ ഞങ്ങളിതാ അപ്പൊ ഗൈസ് ഞങ്ങളിവിടെ എത്തി. നോമ്പ് തുറ നോമ്പ് തുറ എല്ലാരും കൊണ്ടുണ്ടായോ പറയടാ. ബാക്കി ഫുൾ വിശേഷങ്ങൾ ഞാൻ അതിൽ കാണിച്ചു തരണ്ടിട്ടാ. അത്യാവശ്യം സ്ഥലമുണ്ട് കാണിച്ചു തരാൻ പറ്റിയ. അല്ല ഇത് ഞാൻ യൂട്യൂബിൽ ഇടാൻ വേണ്ടിട്ടേ. ഇങ്ങനെ ഇട്ടാലാ TV കാണുമ്പോ ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റണം. നമ്മളിതാ നമ്മളെ ലൊക്കേഷനിലേക്ക് വീണ്ടും റാഷിനെ ഷൂട്ട് കഴിഞ്ഞ് കൊണ്ടാക്കി തിരിച്ചിതാ നമ്മളെ ലൊക്കേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഐറ്റകളൊക്കെ ചോറ് തന്നെയാണ്. വിശന്ന് പൊരിഞ്ഞിട്ട് ഇരിക്കണത്. ഇരുന്നൊക്കെ ഇരുന്നിട്ടാ ഒക്കെ ഫുഡടി തുടങ്ങി. നമ്മളോട് 5 മിനിറ്റ് 10 മിനിറ്റ് പറഞ്ഞിട്ട് നമ്മള് കളിപ്പിക്കാന്ന് വെച്ചിട്ട് അവര് ഫുഡടിയൊക്കെ തുടങ്ങിക്കണ്. ഗൈസ് അങ്ങനെ ഞാൻ പറഞ്ഞ ലാൻഡ്മാർക്ക് 2ന്റെ ലൊക്കേഷൻ്റെ സെറ്റപ്പാണ് ഈ കാണുന്നത്. എന്താ ചെക്കന്മാർ നമ്മളെ സാധനങ്ങളൊക്കെ എടുത്ത് ഇറക്കുന്നുണ്ട്. ലോഡിങ് ടീമാണിത്. ലോഡിങ് ആൻഡ് അൺലോഡിങ് ടീമല്ലേ. ഓക്കെ ശരി നോക്കിയാ ഒന്നുമില്ല. അയ്യോ ഇതാണ് നമ്മുടെ അടുത്ത ലൊക്കേഷൻ കേട്ടോ. ഇതെല്ലാം ഒരു സെറ്റപ്പ് തന്നെയാണ്. ഇവിടെ ഫുള്ളാണ് ആനിമൽസും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞതൊക്കെ ഇതിൻ്റെ പുറത്തായിരുന്നു. നമ്മളതൊക്കെ എക്സ്പ്ലോർ ചെയ്തു. രാവിലെ മൊത്തം കഴിഞ്ഞു. നോമ്പ് തുറ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഉള്ളിലേക്ക് കയറാണ്. ഇതാ ഇത്ര അടിപൊളിയായിട്ട് എന്താ ലൊക്കേഷൻ കണ്ടില്ലേ. സ്വിമ്മിങ് പൂള് ഇത് ചുറ്റോറെ ഇരുന്നിട്ട് ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ വീട്ടിലെ സാധനമാണ്. ഒരു രക്ഷയില്ലാത്ത ഐറ്റങ്ങൾ കേട്ടോ. ഇതാട്ടോ ട്രാഫിക് എന്തെങ്കിലും പറയണ്ടോ? എങ്ങനെയുണ്ട് നമ്മളെ ലാൻഡ്മാർക്ക് ലൊക്കേഷൻ? പൊളി. ഒന്നും പറയല പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടക്കൂല. എന്തേലും പറയ. കിച്ചണിലാരല്ല കിച്ചൺ ഇതാ. നമുക്ക് ഇവിടുന്ന് കയറി ചെല്ലുമ്പോൾ ഈ ഗേറ്റിന്റെ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ നേരെ എന്താ ഇവിടെ ഉണ്ടോ ഇവരൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇവിടെ ഇതാണ് സൗകര്യപൂർവ്വമായിട്ടുള്ള ഒരു കിച്ചൺ ഉണ്ട്. വിത്ത് ഗ്യാസ് ഒക്കെ അവൈലബിൾ ആണ്. മുഖം മറച്ചോ ഇവിടെ ഉണ്ടോ. ഇവിടെ എന്താ ഫുഡ് റെഡി ആക്കുന്നുണ്ട് ടീംസ്. ഇതാ ഗ്യാസ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയല്ലേ ലൊക്കേഷൻ? പൊളിയല്ലേ?
ആട്ടുംപാലായിട്ട് എന്തോ ചായ ഉണ്ടാക്കണ്ട കാഴ്ച വങ്കാതെ കപ്പത്തിന് കറന്നിക്കണ്. എല്ലാ സൗകര്യം ഉണ്ട് കേട്ടോ അവിടെ. ഫുൾ സൗകര്യത്തിനാണ് നമ്മളെ എല്ലാം ഉണ്ട്. എല്ലാ സൗകര്യം ഇവരെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതെന്താടാ? ഇത് വൈറൽ കൊശരി. മനസ്സിലായി. അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ഇതിലേക്ക് എന്തെങ്കിലും പറയണ്ടോ? ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഇതാണോ അത്യാവശ്യം സൗകര്യങ്ങളുണ്ട് ഇവിടെ. കിച്ചണിലൊക്കെ ഇതൊക്കെ ഇവിടെ ഉള്ള സാധനങ്ങളാട്ടോ ഗൈസ്. ഇതൊന്നും നമുക്ക് കൊടുക്കുന്നൊന്നുമില്ല. ഇതൊക്കെ ഇവിടെ ഉള്ളതാ. അത്യാവശ്യം സാധനങ്ങളുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ചായപ്പൊടി, കാവപ്പൊടി, എല്ലാ ഐറ്റംസും. ഇതുണ്ടോ, സ്പൂണ്, കത്തി, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ക്ലാസ്സൊക്കെ പറഞ്ഞു എല്ലാ സൗകര്യവും ഇവിടെ തന്നെ ഇവര് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മള് നോമ്പറക്കുമ്പോൾ കൊടുക്കുന്ന ബാക്കിയാട്ടോ. ഐശ ഞാൻ നോക്കിട്ടോ, ഐശോ അത് നോക്കിട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടോ? അപ്പൊ ഇത്രയും വിശാലമായിട്ടുള്ള സൗകര്യമാണ് ഈ ഒരു ഫാം സ്റ്റേയിൽ നമ്മൾ കാണുന്നത്. എന്തെങ്കിലും പറയണ്ടോ? 2 വാക്ക് നമ്മുടെ ഫാം സ്റ്റേനെ കുറിച്ച്. നിയാസ് അളിയനൊക്കെ 2 വാക്ക്. നിയാസ് 2 വാക്ക് ഫാം സ്റ്റേനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞ. അടിപൊളിയാണ്. എങ്ങനെ ആദ്യത്തെ ഫാം സ്റ്റേ എങ്ങനെയുണ്ട് അവിടെ ഉള്ളത്? അവിടെ ഭയങ്കര ഓപ്പൺ ഏരിയ ആണ്. അടിപൊളിയാണ്. ഏരിയ കിടക്കുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ലൊക്കേഷൻ. അതാകുമ്പോ ഒരു എത്ര ആളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? ഒരു 10-200 ആൾക്കാരെ അതിൽ തന്നെ അല്ലേ? കൊറേ കേറി കാണാനൊക്കെ ഉണ്ട്. ഇൻഡോർ പൂള്. പിന്നെ ഇതാണ് ഔട്ട്ഡോർ പൂള് പറഞ്ഞിട്ടോ അല്ലേ? ഇതാണ് ഔട്ട്ഡോർ പൂള്. പിന്നെ അതിന്റെ അപ്പുറത്ത് ഒക്കെ കാണിച്ചു തരാം. പിന്നെ ഓരോ റൂമുകൾ ഉണ്ട്. ഓരോ ഹട്ട് പോലെ ഓരോ റൂമുകൾ. ബാച്ചിലേഴ്സിന് താമസിക്കാനാണ് അവിടെ ഒരു 2 റൂം. പിന്നെ അവിടെ ഒരു റൂമുണ്ട്. അത് അവിടെ ജസ്റ്റ് ഒരു കത്തപ്പുര പോലെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റും. വ്യൂ അടിപൊളിയാണ്. അതിന്റെ ബാക്കിലേക്ക് ഒരു വ്യൂ ഉണ്ട്. അത് ഇവര് കണ്ടിട്ടില്ല. അത് രാവിലെ ശരിക്കും കാണാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് കാണിച്ചു തരാന്. ഓക്കെ, ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയണ്ടോ? അഭിപ്രായം പറയണ്ട. കണ്ടോ നമ്മളെ പൂള് അടിപൊളി കേട്ടോ. അഭിപ്രായം പറയണം എനിക്ക്. എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ ലൊക്കേഷൻ? പറയടി. ലൊക്കേഷൻ എങ്ങനെയുണ്ട്? സൂപ്പർ. അടിപൊളിയാ? ഇഷ്ടായോ? കളിക്കുന്ന സ്ഥലമൊക്കെ ഇഷ്ടായോ? മൃഗങ്ങളൊക്കെ കണ്ടോ? ഓക്കെ, ഇഷ്ടായില്ലേ? ഓക്കെ, താങ്ക് യു. ഇനി ഇവിടെ കാണാനുള്ളത് എജിലി കൊച്ചുമ്പോ വിളിക്കില്ലേ? ഐശ്വ ഇതിന് നോക്കടി, ഒരു കണ്ണുണ്ടാവണം കേട്ടോ. ഇവിടെ വരുമ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കണം. ഈ ഔട്ട്ഡോർ പൂളിലാവുമ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് ഈ ഒരു ഡോറാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ലോക്കാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ എന്നാലും ഒരു കണ്ണെപ്പോഴും ഉണ്ടാവണം കേട്ടോ. കുട്ടികൾ നല്ല ഓപ്പണാണ്. കുട്ടികളൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വീഴാൻ ചാൻസ് ഉണ്ട്. മൈക്കില്ലല്ലോ? അബാടലില്ല. അപ്പൊ ഇത് വ്ളോഗ് ചെയ്യാണ്. അപ്പൊ പോരാ. പോരാ. കണ്ടോ, ഇതൊക്കെ ഇവിടെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ. അത് ഈ ലൊക്കേഷൻ, ഇത് റൂം നമ്പർ 4 ആണ്. ഈ റൂം നമ്പർ 4ന്റെ സൗകര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താ സൗകര്യം ഇവിടെ അടിപൊളി ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? ഇത് ബാത്റൂം സൗകര്യം. പിന്നെ ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. അടിപൊളി ബാത്റൂമാണ്. പോരാ. അപ്പൊ പോരാടി. ഇവിടെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ. വ്യൂ പോയിന്റ് ഉണ്ട്. പോരാ. വായ. ഇതാ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ ഇത് കണ്ടോ? ഈ വ്യൂ പോയിന്റ് ഇത് ജസ്റ്റ് ഇങ്ങനെ ബാൽക്കണി പോലെ തുറന്നു കഴിഞ്ഞാൽ നേരെ ഇവിടെ മലകളാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണൂല, ഇരുട്ടാണ്. ഇവിടെ നിന്നിട്ട് വലിയ വ്യൂ പോയിന്റാണ്. അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും. ഒരു സോഫയും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. അവിടെ ശരിക്കും ഇരുട്ട് കാണുന്നത് ഒരു മലയാണ് കേട്ടോ. ഞാൻ രാവിലെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻഷാല്ലാ. അപ്പോൾ അതിൻ്റെ വ്യൂ രാവിലെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇത് കണ്ടോ, ബാൽക്കണി ഇരുന്നിട്ട് കാണാനുള്ള സെറ്റപ്പുകളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഒരു TV സെറ്റപ്പും കാര്യങ്ങളുണ്ട്. AC റൂം. പിന്നെ ഒരു 2 ഇതുണ്ടോ? ആ വ്യൂ കാണിച്ചു കൊടുക്കാം. മരുന്ന് തുറക്കൂ. ഇതിങ്ങനെ തുറന്നിട്ടുള്ള വ്യൂ ആണ്. വ്യൂവിൻ്റെ അല്ല മെയിനായിട്ട് ഒരു രക്ഷയില്ല. അല്ലല്ലോ, ഒരു ടീം നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതാണ് ഹെവി വ്യൂ കേട്ടോ. ഇത് ഇവിടെ ഒരു സെറ്റപ്പ് പറഞ്ഞത് എന്താ, ഇവിടെ ഗ്രില്ല് ചെയ്യാനുള്ള ചാർക്കോൾ ഐറ്റംസ് ചെയ്യാനുള്ള ഒരു കൗണ്ടർ പോലെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം നമുക്ക്.
അതേപോലെ ഇതാ വാഷ് ബേസിന് ഒരു കിച്ചൺ പോലെ, ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ പോലെ ഒരു സംഭവമുണ്ട്. ഇവിടെ ഒരു സ്റ്റോളുണ്ട്. പിന്നെ ഇതാ ഇവിടെ വലിയ ചെമ്പ് വെച്ചിട്ട് ഇവിടെ കുക്കിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുക. അതാ ഇവിടെ ഇവിടുത്തെ കുറച്ച് വലിയ വലിയ പാത്രങ്ങളൊക്കെ വരും ഇവിടെ വെച്ചിട്ടുണ്ട്. വൈഫൈ ആണ് ഇരിക്കുന്നത്. പിന്നെ അതേപോലെ ഇതാ ഇത് നമുക്ക് കുഴിമന്തി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതാ കുഴിമന്തി ഉണ്ടോ, ഇത് കുഴിമന്തിയുടെ ആണോ അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് അതിൻ്റെ വലിയത്. ഓ, ഇത് വലിയൊരു കുഴിയാണ് കേട്ടോ. ഓക്കെ, സീനാണ്, ഡേഞ്ചറാണ്, കുട്ടികളൊക്കെ ഒന്നും കാണരുത്. അപ്പം അങ്ങനെ അല്ലടാ, അക്രമം കാട്ടില്ലടാ, വീഴോടാ. ഇതാ ഇവിടെ ഒരു വലിയൊരു സൗകര്യമുള്ള ഒരു ടേബിളും കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിതാ അങ്ങോട്ട് പോയോ. ഇതാ ഇതൊരു മെയിൻ ഏരിയ ഉണ്ട്. ഒരു 10-40 ആൾക്കാർക്ക് വേണമെങ്കിൽ ഇരിക്കാം. 40 അല്ല, ഒരു 30 ആൾക്കാർക്ക് എന്തായാലും ഇരിക്കാം. ഇവിടെ ഇങ്ങനെ വരിക്കിരുന്നിട്ട് വേണമെങ്കിൽ ഇപ്പോൾ അറബികളൊക്കെ എനിക്ക് ചെയ്യണോ, ഇങ്ങോട്ട് പോയോ, ഇവിടെ നിന്ന് പറഞ്ഞോ. എങ്ങനെയുണ്ട് നമ്മളെ ലൊക്കേഷൻ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ, സൂപ്പർ അല്ലേ? ആരാ ലൊക്കേഷൻ സെലക്ട് ചെയ്തെന്ന്? അബേ ഓക്കെ അങ്ങനെ ഇതാ ഇത്രയും സൗകര്യമുള്ള അതാ കുട്ടികൾക്ക് കളിക്കാനുള്ളത് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ TV, ഇനി വേണമെങ്കിൽ PS5 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ട് ഗെയിം കളിക്കാം. പിന്നെ ഇങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ചെറിയൊരു ഏരിയ വേറെ ഇനി സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേറെ ഒരു ഏരിയ ഇവിടെ ഉണ്ട്. ഇതൊരു വൈബാണ്. ഇതുണ്ടോ, ഇതിൽ കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഓക്കെ, മെയിനായിട്ട് ഒരു ഓപ്പൺ ഏരിയയാണ്. നമുക്കൊരു ടീമിന് ഒരു 4-5 ടീമെന്ന് പറയാം, ഒരു 6-7 ടീമിന് സുഖമായിട്ട് ഇരിക്കാം. ഓക്കെ, പിന്നെ ബാച്ചിലേഴ്സിൻ്റെ റൂം ഞാൻ കാണിച്ചു തന്നില്ല അല്ലേ? ബാച്ചിലർ റൂം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബാച്ചിലേഴ്സിന് ഓരോ കട്ടിലായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. എങ്ങോട്ട് ചെല്ലിക്കാൻ ഉഷാറല്ലേ? ഒരു 2 വാക്ക് എങ്ങനെയുണ്ട് നമ്മളെ ലൊക്കേഷൻ? അടിപൊളിയാണ്. ചാടണ്ടേ ഇപ്പോൾ? ഇത് പിടിച്ചിട്ട് പറഞ്ഞോ. പറഞ്ഞോ. നല്ല സ്പേഷ്യസ് ആണ്. ഫാമിലി ഗെറ്റ് ടുഗദർ, ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദറിനൊക്കെ ഉഷാറാണ്. കൊളീഗ്സ് ആയിട്ടൊക്കെ വരാൻ വേണമെന്നുണ്ടെങ്കിൽ ഓഫീസിൽ നിന്നൊക്കെ വരാൻ പറ്റും. ഇടയ്ക്കൊക്കെ ഒരു നല്ല വീക്കെൻഡ് ട്രിപ്പ് ഒക്കെ പോലെ വരാം. അടിപൊളിയാണ്. ചാർക്കോൾ വൈബൊക്കെ ചാർക്കോളിന്റെ വൈബൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റൂല. സൗകര്യം ഉണ്ട്, കുഴിമന്തി ഒക്കെ ഉണ്ടാക്കാൻ പറ്റൂടാ. കണ്ടോ, ഒരു കുഴിയൊക്കെ ഉണ്ട്. കുട്ടികൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ഈ വാക്കുകൾ കൈമാറുന്നു. ഷാഫിയുടെ വാക്ക് ഒന്ന് പറയടോ. ഷാഫിയുടെ വാക്കുകളിലാണ് കാണികൾ ഇങ്ങനെ അങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഷാഫി കഴിഞ്ഞ കല്യാണ കഥയിൽ ശരിക്കും ഹിറ്റായിക്കണ്. ഷാഫി പറയുന്നത് അതെന്നെ ചതിച്ചാണ്. ചതിച്ചൊന്നുമല്ല, അതിന്റെ വിത്ത് യുവർ പെർമിഷനാണ് ഞാനത് എടുത്തതും ഇട്ടതും. അതുവരെ ആരും കണ്ടിട്ടില്ല ഇവിടെ. പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ ടു ബി ഫ്രാങ്ക് ആൻഡ് ഹോണസ്റ്റ്, അടിപൊളി സ്പോട്ട് കേട്ടോ. എല്ലാവർക്കും ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും എല്ലാവർക്കും വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. അത്യാവശ്യത്തിൽ അധികം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം കണ്ട ലൊക്കേഷൻ അടിപൊളിയാണ്. അവിടെ നമുക്ക് ഇരിക്കാനും സെറ്റപ്പും ഒന്നുകൂടി ഒരു സെറ്റപ്പാണ്. പക്ഷെ ഇവിടെ ഒന്നും കൂടി അവിടെ ഇൻഡോർ പൂള് താഴെയാണുള്ളത്. പക്ഷെ ഇവിടെ ഒന്നുകൂടി പൂളൊക്കെ ഒന്നുകൂടി അടിപൊളിയാണ്. കുട്ടികൾക്ക് ഒന്നുകൂടി ആക്സസ് ചെയ്യാൻ പറ്റും. അതൊന്നുകൂടി വലിയ പൂളാണ്. ആ ഇൻഡോർ പൂള് ഞാൻ കാണിച്ചു തരാം എന്തായാലും. ഓക്കെ, പിന്നെ എന്തേലും? പിന്നൊന്നുമില്ല. പിന്നുണ്ട്. പിന്നെ കോളാണ്. ഓക്കെ, എന്തേലും പറയാണ്ടോ? അങ്ങൊന്ന് എന്തേലും പറയണ്ട. ഇവിടെ ആരാണ് ഈ ബാച്ചിലേഴ്സിന്റെ റൂമൊന്ന് കാണിച്ചു കൊടുക്കുക? ഇവിടെ എല്ലാരും കൂട്ടിട്ടിരിക്ക. അടിപൊളി കേട്ടോ മക്കളെ, ഒരു രക്ഷയില്ലാത്ത ഏരിയയാണ്. ഇതങ്ങനെ നോക്കണം കേട്ടോ, കേറുമ്പോ നോക്കണം. ഇവിടെ അടച്ചിട്ടു, കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൂടി കയറാം. അതേപോലെ ഇതാ ഇവിടെ ഒരു റൂം ഞാൻ കാണിച്ചു തരാം ബാച്ചിലേഴ്സിന്. എങ്ങനെ കണ്ടോ, ഇതാണ് ആ ബാച്ചിലേഴ്സിൻ്റെ റൂം എന്ന് പറഞ്ഞു കേട്ടോ. ഒരു 4-5 ആൾക്കാർക്ക് അടിപൊളിയായിട്ട് ബാച്ചിലേഴ്സായിട്ട് വരികയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇവിടെ ഓതാനൊക്കെ ഖുർആനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ്. പിന്നെ ഇതാ ഇവിടെ ഇതേപോലെ എന്തോ ഒരു സെറ്റപ്പ്. ഇവിടെ ബാത്റൂം ആവണം. ഓക്കെ, വാഷ്റൂം ഞാൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വാഷ്റൂമൊക്കെ അടിപൊളി കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള സൗകര്യമുള്ള വാഷ്റൂമാണ്. ഓക്കെ, പിന്നെ അതുപോരാണ്ട് ഇതാ ഇവിടെ എന്തോ ഒരു ബാൽക്കണി പോലത്തെ എന്തോ സൗകര്യം ഉണ്ടായിരുന്നു. കട്ടിട്ടാൽ നമുക്ക് മാറ്റാൻ പറ്റൂല. ഓക്കെ, നമ്മൾ വീണ്ടും
ഇനി 2-3 ആൾക്കാരെ റിവ്യൂ കൂടെ എടുക്കാണ്ട് നമുക്കിതാ ഇവിടെ ഒരു സൗകര്യം ഉണ്ട്. ഈ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, അതാണ് ആ ബാൽക്കണി എന്ന് പറഞ്ഞിട്ട്. അതുണ്ടോ ബാൽക്കണി സെറ്റപ്പാണ്. ഈ ബാൽക്കണി നേരെ രാവിലെ വെളിച്ചം വരുമ്പോൾ ഇറങ്ങുമ്പോൾ നേരെ കാണുന്നത് ഈ ഒരു ഇരുട്ട് ഭാഗം എന്ന് പറയുന്നത് മലകളാണത്. അതിൻ്റെ ഒരു സെറ്റപ്പ് വ്യൂ കാണാം. ഇതിൻ്റെ പുറം ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. കുട്ടികൾ കളിക്കുന്ന ഒരു ഏരിയ ഉണ്ട് ഇവിടെ. അതിനൊക്കെ ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരാം. അത് കണ്ടോ, ആ വ്യൂ അടിപൊളി തന്നെ ആവും. അത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള രാവിലത്തെ വ്യൂ. ഞാനിവിടെ നിൽക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ചിലപ്പോൾ നേരത്തെ പോകാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇറങ്ങിയിട്ട്. ഓക്കെ, ഇനി അടുത്തൊരു ടീമിനോട് നമുക്കൊരു അഭിപ്രായം ചോദിക്കാം. നോക്കട്ടെ കേട്ടോ. എടാ എന്തേലും ഉണ്ടോ പറയാൻ എന്തേലും? ഇവിടെ പ്രാവുണ്ട് കേട്ടോ. ഈ പ്രാവ് ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഈ സൗണ്ട് ഉണ്ടാക്കണല്ലേ. ഇവിടെ ഏരിയയിൽ പ്രാവുണ്ട്. അയ്യോ, ഇതാണ് ഈ സൗണ്ട് ഉണ്ടാക്കണത്. ഇത് നാളെ രാവിലെ കാണിച്ചു തരാട്ടെ ഞാൻ. പ്രാവുണ്ട്, പ്രാവിനെ കണ്ടില്ല ഞാൻ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളാ പറഞ്ഞ ലാൻഡ്മാർക്ക് 2ൻ്റെ കുട്ടികൾ കളിക്കുന്ന ഏരിയ കേട്ടോ. ഇവിടെ കുട്ടികൾ കളിക്കുന്ന ഏരിയ കണ്ടോ, ഇതൊന്നും ഒരു കണ്ടിട്ടില്ല തോന്നുന്നു. ഇവിടെ അത്യാവശ്യം എൻ്റർടൈൻ ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഊഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതിനെന്തൊരു ബാൻഡാടാ പറയുക, ഇതിനെന്താ പറയുക? ആ ചാടി കുത്തി മറിയണ റബ്ബർ, ഇതിനത് പേരൊക്കെ അറിയില്ല. പക്ഷെ ഇത് ഒരു അടിപൊളി സാധനമാണ്. അങ്ങനെ ഇത് വലിയവർക്കും ചെയ്യേ. ഫ്ലിപ്പ് ചെയ്യാൻ പറ്റിയ സാധനം അല്ലേ? ഒന്ന് കാണിച്ചേ, ഒന്ന് അടിച്ചാ ഒരടി പ്ലീസ്. അങ്ങനെ ചാടൂലേ? ഒന്ന് കാണ്, നോക്ക്. വേഗം ഞാൻ ലൈറ്റ് ഓണാക്കട്ടെ. ലൈറ്റ് ഓണാക്കണം വേണ്ടല്ലോ. ഒന്ന് കാണിച്ചു കൊടുത്തേ. പിന്നെ അല്ലാണ്ട് ഇതാ ഇതാണ് ആ സാധനം കേട്ടോ. മതി. ഈ വന്ന് നമുക്ക് വ്ളോഗ് സെറ്റാക്കാം. അപ്പോൾ അതാണ് ഒരു ലൊക്കേഷൻ്റെ ഫുൾ എൻട്രി. ഞാൻ അവിടെ എന്തൊക്കെ ഉണ്ട് അതിൻ്റെ ബാക്കിലുണ്ട് എന്തൊക്കെ, അത് കാണിച്ചിരുന്നില്ല അല്ലേ. ബാക്കിൽ കുറേ ഊഞ്ഞാലുകളുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സൗകര്യം കൂടി ഉണ്ട് ഇവിടെ. ഇതാണ്ടോ, ഇവിടെ ഒരു ഊഞ്ഞാലിൻ്റെ സൗകര്യങ്ങളുണ്ട്. അതുപോലെ ഇതാ ഇവിടെ ഉണ്ട് ഒരു ഊഞ്ഞാൽ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. കുട്ടികൾക്ക് റൈഡായിട്ട് ഇറങ്ങാനുള്ള സംഭവങ്ങളുണ്ട്. ഓക്കെ, പിടിച്ചു പോകുന്നത് അതിൻ്റെ പേര് എന്താണ്? ജമ്പർ ഇൻഡോർ പറയാ. ജമ്പർ ഔട്ട്ഡോർ ട്രംബോലിന്ന് പറയും. ട്രംബോലെന്നാട്ടാ ചാടി കൊടുക്കുന്ന സാധനത്തിന് പറയുന്നത്. പാർക്കിംഗ് സ്പേസ് അടിപൊളിയാണ്. ഇതാണ്ടോ, എൻ്റെ ഒരു വണ്ടി ഇവിടെ എടുക്കുന്നുണ്ട്, ഇവിടെ 2-3 വണ്ടി എടുക്കുന്നുണ്ട്. ഇനി ഇവിടെ അതൊക്കെ സൗകര്യമുണ്ട് പാർക്ക് ചെയ്യാനുള്ള. ഈ ഏരിയ മൊത്തം ഇവർക്ക് പാർക്ക് ചെയ്യാൻ കൊടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതാണ് ഒരു സ്റ്റേ. അപ്പോൾ ലാൻഡ്മാർക്ക് 2 സ്റ്റേ നമ്പർ 2 ആണിത്. അവിടെയാണ് അടുത്ത ലൊക്കേഷൻ വരുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു എനിമൽസിനെ കീപ്പ് ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ട്. ഇന്റിമേറ്റ് വെഡിങ് അല്ലേ, അവരെ ഷൂട്ട് എടുക്കാനൊക്കെ അല്ലേ? അങ്ങനെയാന്ന് നാട്ടിലിപ്പോ നമ്മളെ ഇന്റിമേറ്റ് വെഡിങ് ആണല്ലോ ട്രെൻഡിങ്. അപ്പൊ അതിന് പറ്റിയ ഡെസ്റ്റിനേഷൻ ഈ ഏരിയ മൊത്തം ഫുള്ള് എടുക്കല്ലേ. ഈ ഏരിയ അറിയില്ല കറക്റ്റായിട്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. അതിന് പറ്റിയ ഒരു സംഭവം അല്ലേ ഇത്. കാരണം കുറച്ച് ആൾക്കാരല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ഒരു നല്ല ഔട്ട്ഡോർ ആയിട്ട് സുഖമായിട്ട് ചെയ്യാൻ പറ്റരുത്. ഇവിടെ പിന്നെ ഇതൊക്കെ ഇന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് രാവിലെ. ഞാൻ ഇനി രാവിലെ ഒന്നുകൂടി കാണിച്ചിട്ടുണ്ട്. അവിടെ മാന് അങ്ങനെ സംഭവങ്ങളൊക്കെ ഈ ലെഫ്റ്റ് സൈഡിലുണ്ട്. അതവിടെ ഒരു അടിപൊളി ടർഫും കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് ടർഫ്. ഇവിടെ നമ്മൾ കളിക്കാൻ വരുന്നുണ്ട് കുറച്ചുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഇർട്ടായിക്കോട്ടെ വിചാരിച്ചിട്ടോ. ഇത് ടർഫാണ്. ഉള്ളിൽ നിന്ന് കാണിച്ചു തരാം. മതില്ലേ? ഭയങ്കര ഇതിവിടെ അനിമൽസിൻ്റെ ഇതുള്ളതുകൊണ്ട് സ്മെല്ലുണ്ടല്ലേ. അതിൻ്റെ ഈ ആടിൻ്റെ ഫാം ഇവിടെ ഉള്ളതുകൊണ്ടേ കുറച്ച് സ്മെല്ലുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. ഓക്കെ, മാന് ഞാൻ പറഞ്ഞില്ലേ, മാന് ഇത് പകല കണ്ടി കേട്ടോ ശരിക്ക്. ഹായ്, മാനുകളുണ്ട് കേട്ടോ. കണ്ടോ മാന്. നമ്മളൊരു ടീമിൻ്റെ വണ്ടിയാണ് വരുന്നത്. അതെ, ഗൈസ് ഇറങ്ങ്, ഇത് കഴിഞ്ഞിട്ട് പോവാ. ഒന്ന് ഈ സ്ഥലം ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് പോവാം. വാ, എൻ്റെ ഒപ്പം ഒരാളുണ്ട്, ഒരു സുഖം. വാ, അവിടെ ഇട്ടോ ഒക്കെ സുഖമൊന്നും കുഴപ്പമില്ല. ഇവിടെ മാനുകളുണ്ട്. ഇതാ പിന്നെ പപ്പിക്കുട്ടികൾ. വാ, ഹായ്. ഇവർ ഞാൻ എപ്പോൾ ഗേറ്റ് അടന്നുകൊണ്ട് വരുമ്പോഴത്തേക്കും കുരക്കണ്. ഒരാൾ ഉള്ളിലിരിക്കുന്നുണ്ട്. ഹായ്.
എൻ്റെ കഴിക്കാനൊന്നും ഇല്ലടാ, അവിടെ നിങ്ങൾക്ക് ഫുഡ് കിട്ടുന്നില്ല, അത് കഴിച്ചോട്ടാ. നല്ല ക്യൂട്ട് പപ്പിയല്ല കേട്ടോ, നല്ല രസമുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരാൾ കിടക്കുന്നുണ്ട്, റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇവനാണ് പുലി, ഇവനാണ് കുരക്കണവന്, ഇവനാടാ കുരക്കണത് ഞാൻ വരുമ്പോൾ. ഇതിൻ്റെ പേരെന്താ? വന്ന് 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 കൈ 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 ഇടരുത്, കൈ ഇടരുത് കേട്ടാ. വേണ്ട വേണ്ട വേണ്ട, നോ നോ നോ, ഇങ്ങോട്ട് 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 അനക്കം കാട്ടല്ലേ, കുട്ടികളാണ്. ഇവിടെ ഇതാണ് ഞാൻ മാനെന്ന് പറഞ്ഞിടാ. ഇത് മാനല്ലേ ഈ കൊമ്പ് വലുതുള്ളത്? ഇവിടെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് എന്താ മാനെന്ന് തന്നെ ഇവർ പറഞ്ഞത്, പക്ഷെ നല്ല ആടെന്നും പറയുന്നുണ്ട്. ഇത് ആടല്ലടാ, അളിയൻ പറഞ്ഞത് ആടാണെന്ന്. മൗണ്ടൻ ഗോഡ്സ് അല്ലേ? അപ്പോൾ ആടന്നെ അല്ലേ? മലമുകളിൽ ഉണ്ടാവുന്ന ആടുകളാണ് കേട്ടത്. നല്ല വലിപ്പമുണ്ട്, അതാണ് എനിക്ക് അറിയാമായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ എക്സ്പ്ലോർ ചെയ്യാണ്ട് കുറച്ച്. ബാ, അടുത്ത ലൊക്കേഷനിലേക്ക് കയറാൻ പോകണം. ഇതാണ് ലാൻഡ്മാർക്ക് സ്റ്റേ 1, ഫാം സ്റ്റേ 1 കേട്ടോ. ഇവിടെ ഇതേപോലെ കിച്ചൻ്റെ സൗകര്യങ്ങളുണ്ട്. ഇതാ കിച്ചണും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നിട്ട് ഗ്രില്ല് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതാ ഈ ഒരു ഏരിയ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, ഒരു ഫാമിലിക്കായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഇവിടെ ഒരു സ്നൂക്കറിൻ്റെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. നമുക്ക് ഇങ്ങനെ പോലെ അല്ലേ, നമുക്ക് അങ്ങനെ വരാമല്ലേ? അപ്പോൾ തിരിച്ച് കയറാം. ഇതെന്താ സാധനം? ഇതെന്താ ഇതൊക്കെ? അല്ല, വാഷ്റൂമിൻ്റെ ഏരിയ തോന്നുന്നു. അല്ല സോറി, വാച്ച്മാൻ്റെ ഏരിയ തോന്നുന്നു. അതൊരു ചാവി ഉണ്ട് അവിടെ അല്ലേ? ഓക്കെ. പിന്നെ ഇത് ഒരു മജ്ലിസ് പോലത്തെ ഒരു ഏരിയയാണ്. പിന്നെ ഇതാ സ്നൂക്കർ, അടിപൊളി വൈബന്നെ അല്ലേ? അവിടെ ഒരു വാഷ്റൂം ഉണ്ട്, ഇതാ വാ 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 വാ. ഇതാ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂട്ടോ, ഈ ഏരിയ തന്നെ അടിപൊളിയാണ്. ഇതാ ഇവിടെ ഒരു കിച്ചൺ, ഓപ്പൺ കിച്ചൺ പോലെ. ഇതാ അവിടെ പിസ്സ ചൂടണവർക്ക് വേണമെന്നുണ്ടെങ്കിൽ സെറ്റാക്കാം, ഗ്രില്ല് ബാർബിക്യൂ അങ്ങനെയൊക്കെ സെറ്റാക്കാം. ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്താടാ? വൈഫൈ ഉള്ള ഒരു കോൺഫറൻസ് ഹാൾ പോലത്തെ ഒരു ഹോളുണ്ട് കേട്ടോ. ഞാൻ പിന്നെ കാണിച്ചു തരാം. അവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല. അല്ല, ഇങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങിയ ഞങ്ങൾ. ഇനി ഇതാ നമ്മളാ മെയിൻ ലാൻഡ്മാർക്കിൻ്റെ മെയിൻ ഇതിലേക്ക് കയറാൻ പോവാണ്, ഫാം സ്റ്റേയിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. അത് ഇവിടെയാണ് ഒട്ടൊക്കെ ഉള്ളത്, അവിടെയാണ്. പിന്നെ ഇതാ ഇവിടെയുണ്ട് ഒരു കുട്ടികൾക്ക് പറ്റിയ ഒരു ഏരിയ. ഇവിടെ ഒരു ചെറിയ ടർഫ് ഉണ്ട്. ഇതാണ് ലാൻഡ്മാർക്ക് 1 പറഞ്ഞത്. ഇതിൻ്റെ എൻട്രൻസിന് അടിപൊളി കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. ഈ ബൊഗൈൻവില്ലയുടെ ഒരു സെറ്റപ്പ് ഉണ്ടോ, അടിപൊളിയാണ്. ഓക്കെ, ഇനി ഇത് പിടിച്ചിട്ട് വരും, ഞാൻ പറഞ്ഞോളൂ. ഓക്കെ, ഇനി അവർക്ക് സ്ഥലം കാണാണ്ട് എൻ്റെ മുഖം ഒന്ന് കുറച്ച് കണ്ടോട്ടെ അല്ലേ? ഇവിടെയാണ് നമ്മളെ കുറച്ച് വണ്ടികളൊക്കെ ഇവിടെയാണ് കേട്ടോ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയ കാണിച്ചു കൊടുത്താൽ അവിടെ ഉണ്ടാവും, അതിൻ്റെ വണ്ടിയൊക്കെ അവിടെ ഉണ്ട്. അതൊരു പാർക്കിംഗ് ഏരിയ ആണ്, അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ പാർക്ക് ചെയ്യാനുള്ള. പിന്നെ ഇവിടെ ഒരു ഈ ഒരു സ്പേസും എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഈ ബൊഗൈൻവില്ലയുടെ ഏരിയ. ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്താൽ കിട്ടുവാണ് കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരാ, ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഈ ഫാം സ്റ്റേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇവിടെ അത്യാവശ്യം ആൾക്കാർ വേണം, എന്നാലേ ഇതൊക്കെ ശരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു മസ്ജിദൊക്കെ ഉണ്ട്, പിന്നെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ഊഞ്ഞാലാണ്. ഈ ഊഞ്ഞാൽ അടിപൊളിയാണ്, നല്ല അടിപൊളി പൂവുകളൊക്കെ വെച്ചിട്ട് അല്ലേ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അളിയൻ പറഞ്ഞ പോലെ ഒരു വെഡിങ് ചെറിയ ഫങ്ഷനൊക്കെ നടത്താം. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം, അവിടെ ഇരിക്കാനുള്ള സൗകര്യം, അതേപോലെ ഒരു കൗണ്ടർ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ആൾക്കാരെ സെറ്റ് ചെയ്തിട്ട് ഒക്കെ സെറ്റപ്പ് ആക്കാം. അവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അടിപൊളി പറഞ്ഞാൽ അടിപൊളിയാണ്. ഇനി ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഇവിടെ ഒരു നടക്കണ ഏരിയ ഉണ്ട്. ഇങ്ങനെയല്ല അങ്ങോട്ട് പോവാം, ഒരു വാക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ, അടിപൊളി. ഈ ഒരു ഏരിയ ഉണ്ടോ, ഇതൊരു വൈബ് തന്നെ ശരിക്കും. ഇതുണ്ടോ ഈ ഒരു ഏരിയ, ഇത് കാണിച്ചെടുക്ക്. ഇതുണ്ടോ ഇങ്ങനെ നടന്ന് പോവാ. ഇത് രാവിലെയാണ് ഇതിൻ്റെ രസം കാണുക. ഇത് രസം കാണാൻ പറഞ്ഞാൽ അവിടെ കണ്ടോ, അവിടെ മലകളാണ്. ആ മലകളും രാവിലെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ, ചീറും അമ്മാതിരി സ്ഥലം. എനിക്കിഷ്ടമായി അല്ലേ? അല്ലാണ്ട് കണ്ട് പോകണ്ടേ, നമുക്ക് ഇനി വീഡിയോ കണ്ട് എടുക്കല്ലേ, വെളിച്ചല്ല. അവിടെ എന്താ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇവിടുത്തെ റൂമുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. വായോ, ഇവിടെ റൂം കണ്ടത്? ഇവിടെയാണ് ഇവിടുത്തെ മാജിക് മഷ്റൂമാണിത്. ഓക്കെ, ഇവിടുത്തെ റൂമൊന്ന് കാണിച്ചു കൊടുത്താൽ ഇവിടെ ഉണ്ട് റൂം. പൂള് കാണിച്ചു കൊടുക്കണം. ഇവിടെ ഇൻഡോർ പൂൾ ഉണ്ട് എന്ന് പറഞ്ഞത്. ഇൻഡോർ പൂളിലേക്കാണ് നമ്മൾ നടക്കണത്.
ഈ ഇൻഡോർ പൂൾ അത്യാവശ്യം ആൾക്കാർക്ക് ചാടി കുളിക്കാൻ പറ്റിയ അമ്മാതിരി ഏരിയയുള്ള സ്ഥലം കേട്ടോ. ഈ പൂളുകൾ ഞെട്ടും അമ്മാതിരി സ്ഥലം. ഇവിടെ ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഇവിടുന്ന് വാഷ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരിക, തിരിച്ചും വാഷ് ചെയ്തിട്ട് വേണം കയറാൻ. ഇതാണോ, ഇത് അത്യാവശ്യം അടിപൊളിയാണ് ഈ പൂള് അല്ലേ, പൂളിച്ച് കയറാമാധിക്കാം. ഹായ് വാ. അപ്പോൾ ഇതാണ് നമ്മൾ ലാൻഡ്മാർക്ക് 1-ലത്തെ ഇൻഡോർ പൂള്. ഓക്കെ, ഇനി ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇങ്ങനത്തെ 2-3 റൂമും 3-4 റൂമുണ്ട് ഇവിടെ. ഇതാ ഈ റൂമുണ്ടോ, ഈ റൂമിൻ്റെ സൗകര്യം അടിപൊളി. ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഓഫാക്കണേ. ഇതാ ഇതൊരു അടിപൊളി, ഇവിടെ കാണിച്ചു തരാം. ഇതുണ്ടോ, അടിപൊളി റൂമുകൾ. ഇവിടെ ബാച്ചിലേഴ്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാതെ. ഇവിടെ ഒരു എന്താ വാഷ്റൂം ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഏരിയ ഉണ്ട്. വയ ഇനി ഓക്കെ ഗായ്സ്, ഇനി എന്താ ഉള്ളത് ഇവിടെ സൗകര്യം? ഇവിടെ അലി സൽമ, ഇതൊരു റൂം തന്നെ കേട്ടോ, അത് അടിപൊളി റൂമാണ്. ഇതൊരു അടിപൊളി റൂമാണ്. ഇതേ കാണിച്ചു തരാം. അതാ ഇതൊരു കിഡിലെ റൂമാണ്. ഓ മാസ്റ്റർ ലക്ഷറി ബെഡ്റൂമാണ്. ബാച്ചിലേഴ്സിന് നിൽക്കാൻ പറ്റിയൊരു ലക്ഷറി ബെഡ്റൂം എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ലൈറ്റൊക്കെ ഹെവി ആട്ടാ. ഓ പൊളി വൈബ്. ഒരു ഊട്ടി വന്ന ലുക്കില്ലേ? ഒരു ഊട്ടി ലക്ഷറി ഹോട്ടലൊക്കെ എടുത്ത ലുക്കില്ലേ? ഓ ഇവിടെ ഗ്ലാസ് ഇതൊക്കെ ഉണ്ട് കേട്ടോ, സംഭവം അടിപൊളിയാണ്. ഓക്കെ, ഇനി ഓ എന്തായാലും 2 അഭിപ്രായം പറയും. എങ്ങനെ ഇഷ്ടമായോ? അടിപൊളിയാ? ഓക്കെ, സൂപ്പർ എന്ന് പറഞ്ഞോ. സൂപ്പറാണ്. ഇവരൊക്കെ ഇഷ്ടമായിക്കണ്, കുട്ടികളൊക്കെ ആർമാദിക്കണം. അവിടെ ഇതാ ഇവിടെ ഒരു ഏരിയ ഉണ്ട്, അതെന്താണെന്ന് അറിയില്ല. ഇവിടെ ഇതേപോലെ ഒരു ഇരിക്കാൻ പറ്റിയൊരു ഏരിയ ഉണ്ട് കേട്ടോ ഗൈസ്, ഉണ്ടോ? ഇതൊക്കെ ഇവിടെ ഒരു മസ്ജിദ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ എവിടെയെന്ന് അറിയില്ല. അങ്ങനെ ഒരു ഏരിയ ഉണ്ട്. പിന്നെ ഇതാ കിളികളെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ലവ് ബേർഡ്സൊക്കെ, ഇവിടെ ലവ് ബേർഡ്സ് ഇരിക്കണുണ്ടോ? ഓക്കെ, നമുക്ക് ഇങ്ങനെ ലവ് ആള്. അപ്പോൾ ഈ ഏരിയ എല്ലാം കവർ ചെയ്തില്ലേ? ഓക്കെ, അപ്പോൾ ലാൻഡ്മാർക്ക് 2-ൻ്റെ ഏകദേശം അറൗണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് കളിക്കാൻ പറ്റില്ലേ? കളിക്കാൻ പറ്റിയ നല്ല ഏരിയയാണ്. അപ്പോൾ താങ്ക് യു. ഇങ്ങോട്ട് പോയോ? അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക. അത്യാവശ്യം അടിപൊളിയായിട്ട് ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കിഡിലൻ സ്പോട്ട് തന്നെയാണ് ഈ ഒരു 2 ഫാം സ്റ്റേയും. അതും ഇവർ പ്രൈസും കാര്യങ്ങളൊക്കെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് ഇവർ വെച്ചിട്ടുള്ളത്. ഇനി ബാച്ചിലേഴ്സ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ട് തരും, ഷുവറാണ്. അത് പോരാണ്ട് ഇഫ്താറിന് മാത്രമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 30 ദിവസത്തെ ഒരു സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്നത് ഇഫ്താറിനായിട്ട് ഇവർ ഇങ്ങോട്ട് നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ട്സോ കൊളീഗ്സോ അല്ല ഫാമിലി ആയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യാൻ വരികയാണ്, അല്ല മീൻസ് ഇഫ്താർ ഇവിടെ നിന്ന് ആഘോഷിക്കാൻ വരികയാണ്, മീൻസ് നോമ്പ് തുറക്കാൻ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലാൻഡ്മാർക്കിൻ്റെ കാറ്ററിംഗ് സർവീസിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഓഫറാണ് ഇവർ ഒരു ഫാം സ്റ്റേ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആഘോഷിക്കാൻ, അതായത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരികയാണ് ഈ ഒരു ഇഫ്താർ പാർട്ടിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഗ്രൂപ്പായിട്ട് ഇവിടെ വന്നിട്ട് ഇഫ്താർ പാർട്ടി ആഘോഷിക്കാം. പക്ഷേ ഇവരിന്ന് ഫുഡ് മാത്രം ജസ്റ്റ് ഓർഡർ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അതൊരു സ്പെഷ്യൽ ഓഫറാണ് ഈ ഒരു റമദാനിന് മാത്രമുള്ളൂ. ഇത് ഞാൻ പ്രത്യേകം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്ളോഗ് ചെയ്യണ കൊണ്ട് അവർ നമുക്ക് കിട്ടുന്ന ഒരു ഓഫറും കൂടിയാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു ലാൻഡ്മാർക്ക് ഫാം സ്റ്റേ ടീം, അതേപോലെ നമ്മളെ ഈ ഏൽപ്പിച്ച ടീമിനോടും വളരെയധികം താങ്ക്സ് ഉണ്ട്. ഇങ്ങനെ ഒരു ഓഫർ നമ്മളെ ഓഡിയൻസിന് വേണ്ടി കൊടുക്കണതിന്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കൊടുക്കണതിന്. അപ്പോൾ നിങ്ങൾ ഓൾവേസ് എല്ലാവരും പ്ലേസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഷാഫി എല്ലാം കാണിച്ചില്ലേ? എല്ലാം കവർ ചെയ്തില്ലേ? ഇൻഡോർ പൂള് കാണിച്ചു തന്നു, ഔട്ട്ഡോർ പൂള് കാണിച്ചു തന്നു, ഔട്ട്ഡോറിലത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഇനി അങ്ങനെ സ്പെഷ്യൽ ഒരു ഷൂട്ട് ഉണ്ടാകുന്ന പറഞ്ഞാൽ ആ ഷൂട്ടിൻ്റെ വീഡിയോ റീലായിട്ടും വരുന്നുണ്ട്. ആ റീൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അടിപൊളി ലൊക്കേഷനാണ്. ഒട്ടകം, മാന്, ഇങ്ങനത്തെ പല അനിമൽസും ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് കാണാനുള്ള. പലതരം ടൈപ്സ് ആടുകളുണ്ട്. അതുപോലെ പിന്നെന്താ, ആ ലാൻഡ്മാർക്ക് 2-ലത്തെ കിച്ചൺ സൗകര്യമൊക്കെ ഭയങ്കര സംഭവമാണ് കേട്ടോ. അവിടെ അവർ ചായ ഒക്കെ ഉണ്ടാക്കി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കളിക്കാൻ പറ്റിയ സൗകര്യം. അത് ടർഫ് ഒരു 7 സീറ്റ് ടർഫ് അല്ലേ? 5 എന്തായാലും പറ്റും അല്ലേ? 7 അല്ലെങ്കിലും 7 പറ്റും.
6 to 7 എന്തായാലും ഓക്കെയാണ് ആ എന്താ ടർഫ്. ഇവിടുത്തെ ടർഫിലൊരു ചെറിയൊരു കട്ട് പോസ്റ്റ് കളിയാണ്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു ടർഫാണ് ലാൻഡ്മാർക്ക് 1. പക്ഷെ അടിപൊളിയായിരുന്നു. ആ ലാൻഡ്മാർക്ക് 2 ഞാൻ പറയണത് നിങ്ങൾക്കൊരു ചെറിയ ഗ്യാങ്, ഒരു 4 ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണ്. ഇവിടെ ആമുണ്ട് കേട്ടോ, ഞങ്ങൾ കണ്ടില്ല. 2 ആമുണ്ട് കേട്ടോ അവിടെ. അന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തേ. അയ്യോ ഞാൻ കണ്ടില്ല. ഇതാണ് ഷിനു പറഞ്ഞ ആമുണ്ടെന്ന്. ഇത് ഇപ്പോഴാണ് കണ്ടിട്ടാ. അയ്യോ അതിന്റെ ലൊക്കേഷൻ നമ്മൾ എന്തിരുന്നില്ലേ. ഓക്കെ ഓക്കെ, വാ 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 വാ. അപ്പോൾ എവിടെയാകുമ്പോ പറഞ്ഞു നിർത്തി, അതിനങ്ങ് കണ്ടില്ല. എന്തായാലും താങ്ക്സ് 2 ആമകളെ. ഓക്കെ, അപ്പോൾ ലാൻഡ്മാർക്ക് 2 ഞാൻ കൂടുതൽ സജസ്റ്റ്. കാരണം നമ്മൾ കൂടുതലും ഒരു 5 ഫാമിലി മാക്സിമം ഉണ്ടാവുള്ളൂ നമ്മളൊക്കെ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ. അവരെന്നെ ഒപ്പിച്ചെടുക്കൽ നമുക്ക് കുറച്ച് കഷ്ടമാണ്. അങ്ങനെ ഒപ്പിച്ചെടുത്താലും ആ ലാൻഡ്മാർക്ക് 2 നമുക്ക് അത്രയും ഇതുള്ളൂ. ലാൻഡ്മാർക്ക് 1 നല്ല വൈഡാണ്, അത്യാവശ്യം സ്ഥലമുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂമിൻ്റെ അവിടുന്ന് ഒരു റൂമിൽ കിടക്കണമെങ്കിൽ അത്യാവശ്യം സ്ഥലമുണ്ട്. പക്ഷെ അത്യാവശ്യമല്ല, ഒരു ഓടി അങ്ങനെ കറങ്ങി നടക്കാൻ സ്ഥലം തന്നെ ഉള്ളൂ. പക്ഷേ നമുക്ക് ലാൻഡ്മാർക്ക് 1 ഒന്നും കൂടി ഒരു 5 ഫാമിലിക്ക് അടിപൊളിയായിട്ട്. ഇവിടെ ഒരു 100-150 ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 150 ആൾക്കാർ 200 ആൾക്കാർ എന്തായാലും പോകും. അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗെയിംസിന് സെപ്പറേറ്റ്, അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള സെപ്പറേറ്റ്, പിന്നെ ഈ കാഴ്ചബംഗ്ലാവ് കാണാൻ തന്നെ അത്യാവശ്യം സമയമെടുക്കും. ഒട്ടകത്തിനെ പുറത്തുനിന്ന് കാണാം. പിന്നെ ഈ വരുന്ന വഴി തന്നെ ഒരു അടിപൊളി വഴിയാണ് കേട്ടോ. ഫുള്ള് ബൊഗെയിൻവില്ലയുടെ സെറ്റപ്പൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പിന്നെ ആകെ ഇവിടെ പച്ചപ്പാണ് കേട്ടോ. നമ്മളെ നാട്ടിലത്തെ പോലെ ഭയങ്കര നാട്ടിലത്തെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓരോ ചെയറും ലക്ഷറി ചെയേഴ്സും ടേബിൾസൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ലൈറ്റ് കൊണ്ടാണെന്നുണ്ടെങ്കിലും വെളിച്ചത്തിൻ്റെ ഒരു കുറവുമില്ല. പിന്നെ ഏത് സൗകര്യത്തിനും എല്ലാ സൗകര്യത്തിനും വേണ്ടിയിട്ട് 2-3 ഇവിടെ സ്റ്റാഫുകൾ തന്നെ ഇവിടെ നേരമുണ്ട്. വെള്ളത്തിൻ്റെ കാര്യത്തിന് നമുക്ക് എല്ലാം കൊണ്ടും അടിപൊളി ഫാം സ്റ്റേ ആണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വന്നിട്ട്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ ജെന്യൂനായിട്ട് പറയുന്നത്, തീർച്ചയായിട്ടും വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുക. ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇത്രയും അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് ആഘോഷിക്കാൻ വേറെ എവിടേക്കും പോകണ്ട. ഫുജേറയിൽ നമ്മളെ എസ്ഫനി ലാൻഡ്മാർക്ക് ഫാം സ്റ്റേയിലേക്ക് തന്നെ വരാം. ഓക്കെ, എല്ലാവരും ഇവിടെ വന്നിരിക്കണം കേട്ടോ. ഫുൾ ടീം ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട് സ്റ്റേ? എങ്ങനെയുണ്ട് മക്കളെ? അടിപൊളിയല്ലേ? ഇഷ്ടമായി എല്ലാവർക്കും? എല്ലാവരും ഓക്കെ അല്ലേ? പറയ്, എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു ഇതായിരുന്നു. ഞാൻ ഈ ഓഫറിന്റെ കാര്യം മനസ്സിലായില്ല. ഇവർക്ക് ഈ ഇഫ്താർ പാർട്ടി ഇവിടെ വെച്ചിട്ട് നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവര് ജസ്റ്റ് ഇവരെ ഈ ഒരു കാറ്ററിംഗ് സർവീസിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫുൾ ടീമിനായിട്ട് വന്നിട്ട് ഇവിടെ ഇഫ്താർ നടത്താനുള്ള ഫ്രീ ആയിട്ട് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ അത്യാവശ്യം ആൾക്കാർക്ക് ഒരു 200-300 ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. കമ്പനി ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ബാച്ചിലേഴ്സ് ആണെങ്കിലും അടിപൊളിയാണ്, നല്ല ഫെസിലിറ്റിയാണ്. അടുത്ത ആൾ എന്താ പറയും? ഞാനൊന്നും പറയണം, 2 വാക്ക് എന്താ പറയാ, കാമൻ കോച്ച്. നിങ്ങള് മൃഗങ്ങളെ ബിസി ലൈഫിൽ നിന്ന് വന്നിട്ട് മാക്സിമം ഒരു 10 ഫാമിലിക്ക് അടിപൊളിയായിട്ട്. അത് ഇവിടെ അപ്പുറത്താകുമ്പോ അതിനായിട്ട് കൂടുതലുണ്ട്. രണ്ടു കൂടിയിട്ടാണെങ്കിൽ ഒരു വലിയ കമ്പനീസിനൊക്കെ ചെയ്യാൻ പറ്റും. ബിസി ലൈഫിൽ നിന്ന് വന്നിട്ട് സൗണ്ടും ഇല്ല, വേറെ ഒരു സൗണ്ടും ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അടുത്ത ആള് റസിക്കാക്ക് എന്താ പറയുക? അടിപൊളി സെറ്റപ്പ്. അടുത്ത ആള് ഷെഫീക്ക്. അത് ആ മൈക്ക് പിടിച്ചിട്ട് പറഞ്ഞോ. വെയിറ്റ് ഞാൻ പറയട്ടെ. അടിപൊളി സെറ്റപ്പ്. 10 അല്ല 2 ദിനമായിട്ട് ഒരു ടീംസ് ആയിട്ട് വരുമ്പോല്ലേ, ക്രിക്കറ്റ് ടീമാണ്, ഫുട്ബോൾ ടീമാണ്, അങ്ങനെയുള്ള സെറ്റപ്പ് ആയിട്ട് പ്ലേയേഴ്സ് ഫാമിലി ആയിട്ട് വന്നിട്ട് സൂപ്പർ ആയിട്ട് ഇരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം. ഒരു വീക്കെൻഡ് വന്ന് സ്റ്റേ ചെയ്ത് ഒരു 3 ദിവസം 4 ദിവസം നിൽക്കാനുള്ള ഉണ്ട്. സെറ്റപ്പ് ഉണ്ട്. ടർഫ് അടക്കം ഞാൻ പറഞ്ഞു. ടർഫ്, സ്വിമ്മിംഗ് പൂള്, പിന്നെ ഒട്ടകം, അത് അങ്ങനത്തെ അനിമൽസ്. എൻജോയ്മെന്റ് ആണ്. ഓക്കെ, ഞാൻ പ്രൊഫഷണൽ രീതിയിൽ സലീഖ് അവസാനിപ്പിച്ചോ ഒന്നുകൂടി. സലീഖിന് മതിയില്ലേ? ഓക്കെ, ഷാഫിയുടെ ഒക്കെ 2 വാക്ക് സ്റ്റേജ് കയറുന്നിട്ട് 2 വാക്ക് ഒന്ന് അവസാനിപ്പിക്കാം. അപ്പൊ നമ്മൾ ഈ വ്ളോഗ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. നമ്മളെ സ്റ്റേ ഇന്ന് പോണവരാരും ഇല്ലല്ലോ, ഇന്ന് ആരും പോവില്ല എന്നാണ് പറയണത്. പക്ഷെ പോണവരുണ്ട്, നാളെ ഡ്യൂട്ടി ഉള്ളവരുണ്ട്. ഇൻഷാ അള്ളാ നാളെ രാവിലെ ഇനി അടിപൊളി ആ മലഞ്ചെരുവിലുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കും. എങ്ങനെ
ചിലവര് വന്നപ്പോ പോവാണെന്ന് പറഞ്ഞ ടീമുകളുണ്ട്. പക്ഷെ ഇത് കണ്ടിട്ട് നാളെ പോവാന്ന് പറഞ്ഞ ടീമും ഉണ്ട്. പക്ഷെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് പോണവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക് യു. ചായ അടിപൊളി ആയിരുന്നുട്ടോ, അത് പറയാൻ പറഞ്ഞു. ഓക്കെ. നമ്മള് രണ്ടെണ്ണം കുറക്കും